കണ്ണൂരിൽ റെഡ് അലർട്ടാണ്. കണ്ണൂരിലെ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. സന്തോഷമൊക്കെ നല്ല വെയിലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ റെഡ് അലർട്ട് ആണെങ്കിലും രാവിലെ മഴയില്ല എന്ന് തന്നെ കരുതാം. സന്തോഷം, ഗുഡ് മോർണിംഗ്. റെഡ് അലർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും രാവിലെ മഴയൊന്നുമില്ല. നഗരത്തിലെ അവസ്ഥ നഗരത്തിലേത് മാത്രമാണോ അതോ മറ്റെല്ലാ ഇടങ്ങളിലും മഴ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് മനു. കണ്ണൂരിൽ ജില്ലയിൽ എവിടെയും ഇപ്പോൾ മഴ പെയ്യുന്നില്ല. നല്ല വെയിലാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. റെഡ് അലർട്ടാണ് ഇന്ന് കണ്ണൂരിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും രാവിലെ മുതൽക്ക് തന്നെ മഴയുടെ ഒരു സാഹചര്യവും ഇല്ലെന്ന് മാത്രമല്ല, നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് കണ്ണൂർ നഗരത്തിലും. അതോടൊപ്പം തന്നെ നമ്മുടെ മലയോര മേഖലയിലുള്ള പ്രാദേശിക റിപ്പോർട്ടർമാരെ എല്ലാം ബന്ധപ്പെട്ടപ്പോൾ എല്ലാ സ്ഥലത്തും ഈ രാവിലെ മുതൽ മഴയില്ല എന്ന് തന്നെയാണ് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. ഇന്നലെ രാത്രിയും കണ്ണൂരിൽ മഴയുണ്ടായിരുന്നില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം മലയോര മേഖലയിൽ ശക്തമായ മഴ ഉണ്ടായിരുന്നു. ഇരിട്ടി താലൂക്കെല്ലാം ഉൾപ്പെടുന്ന മേഖലയിൽ ശക്തമായ മഴ ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നു. പക്ഷേ രാത്രിയോടുകൂടിയാണ് മഴയ്ക്ക് ശമനമുണ്ടായത്. ഇന്നിപ്പോൾ രാവിലെ മുതൽക്ക് തന്നെ ഒരു സ്ഥലത്തും ജില്ലയിൽ കാര്യമായി മഴ പെയ്യുന്ന സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ജില്ലയിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയത്ത് തന്നെ ഇന്ന് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം, കലക്ടർ അതുമായി ബന്ധപ്പെട്ട ഈ ജാഗ്രതാ മുന്നറിയിപ്പുകളും മറ്റ് നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്, പ്രവേശനം വിലക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ 2 ദിവസത്തേക്ക് ഖനനം, ചെങ്കൽ ക്വാറികളിൽ ഉൾപ്പെടെ ഖനനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അതായത് കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകളും അതോടൊപ്പം തന്നെ അങ്കണവാടികൾ, മതപഠനശാലകൾ, ട്യൂഷൻ സെൻ്ററുകൾ തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോളേജുകൾക്ക് അവധി ബാധകമല്ല. ഏതായാലും ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ നിലവിൽ റെഡ് അലർട്ട് ഉണ്ടെങ്കിൽ കൂടിയും മഴ പെയ്യുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് അടുത്ത മണിക്കൂറുകളിൽ വരുന്ന ഒരുപക്ഷെ ഈ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് മനു.